അപ്പോഴേ ഇന്ന് നമ്മൾ റെഡിയാക്കി നോക്കുന്നത് ചോലയാണ്. കടല കേട്ടോ, ചോല. നോർത്ത് ഇന്ത്യൻകാരുടെ ചോല ഭട്ടൂരയിലെ ചോലയാട്ടോ നമ്മൾ റെഡിയാക്കി നോക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. തലേന്ന് രാത്രി കുതിർത്ത് വെച്ച വെള്ളക്കടല 1/2 കിലോ ഉണ്ട്. ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങും കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ 2 വലിയ സവാള, 2 വെളുത്തുള്ളി, അതേപോലെ കുറച്ച് ഇഞ്ചി. നന്നായിട്ട് വൃത്തിയാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊരു പേസ്റ്റ് ആക്കിയെടുക്കാം. ഈ സമയത്ത് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. ഒരു 150ഓളം ml നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ഇങ്ങനെ ഈ ഡിഷിന് കുറച്ച് കൂടുതലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 150 ml സൺഫ്ലവറിലേക്ക് 2 ബേ ലീഫും 1 കറുവാപ്പട്ടയും 1/4 സ്പൂണോളം കുരുമുളകും 1/4 സ്പൂണോളം ജീരകവും ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ ഇടാം. ഈ സമയത്ത് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും അരച്ചു വച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം, ഓയിൽസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആവുന്നത് വരെ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 3-4 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്നും അടച്ചു വെച്ചിട്ട് ഈ ഓയിൽ സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വിടാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിലേക്ക് 1 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്നായി വരുമ്പോഴത്തേക്കും ഒരു 2 വലിയ തക്കാളിയും ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവാൻ വിടാം. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലൊരു തട്ടിലേക്ക് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ നന്നായിട്ട് ആറി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പതുക്കെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. എന്നാലും കുറച്ച് ഭാഗങ്ങൾ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാനിവിടെ സ്മാഷ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ വെന്തിരിക്കുന്ന കടലയും ഇതേപോലെ ഹാഫ് ഉടഞ്ഞിരിക്കണം, ഹാഫ് ഉടയുകയും ചെയ്യരുത്. കടിക്കാനിടക്കൊക്കെ കിട്ടുക വേണം. ഈ സമയത്ത് നമുക്കവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നമ്മൾ ഈ ചതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും കടലയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചേർത്തിളക്കി കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ചിട്ട് ഈ രണ്ടും കൂടി ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ തിളച്ചൊക്കെ കഴിയുമ്പോൾ ഒരു നല്ലൊരു മണം വരും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോലയായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോല റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഗാർണിഷിങ് പരിപാടി ഉണ്ട് ഇതിന്. വീട്ടിലുണ്ടായ പുതിനയാട്ടോ ഇത്. ഈ പുതിനയും അതേപോലെ ഒരു ചെറിയ സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറുനാരങ്ങയും കൂടി ചെറുതാക്കി ഒരു 8 കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു സാധനത്തിന് നമ്മളൊരു സ്വീറ്റ് എരിവൊക്കെയുള്ള ഒരു ചട്നി ഉണ്ടാക്കും, ഒരു സോസ് പോലെ. ഇത് ശർക്കരയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ. ഇതും കൂടി ഒഴിച്ചിട്ടാണ് ഞങ്ങളിത് കഴിക്കാറ്. അപ്പോൾ ആ ചട്നിയും റെഡിയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിങ്ങനെ ഒരു 2-3 സ്പൂൺ എടുത്ത് ഒഴിച്ചിട്ട് ഈ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. കൂടത്തിൽ നമ്മുടെ ഉള്ളിയും പുതിനയും അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഒരു നാരങ്ങയും പിഴിഞ്ഞ് ചേർക്കാം. കഴിച്ചു നോക്ക്, നല്ല രസമാണ്. ഇത് ഒറ്റയ്ക്കും കഴിക്കും, അതേപോലെ തന്നെ ഭട്ടൂരാൻ്റെ